നമസ്കാരം. ഏറെ കോളിളക്കം സൃഷ്ടിച്ച സൗമ്യ വധക്കേസിലെ പ്രതി ഗോവിന്ദചാമി ജയിലിൽ ചാടിയതിന് പിന്നാലെ സംസ്ഥാനം കടുത്ത ജാഗ്രതയിലാണ്. കൊടും ക്രിമിനലാണ് പുറത്തെത്തിയിരിക്കുന്നത്. പൊതുസ്ഥലങ്ങളിൽ ഇറങ്ങുന്ന സ്ത്രീകളടക്കം അതീവ സുരക്ഷ പാലിക്കണമെന്നാണ് ഉന്നത വൃത്തങ്ങൾ നൽകുന്ന നിർദ്ദേശം. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഇയാൾ അസ്വാഭാവികമായി പെരുമാറിയിരുന്നു. സുരക്ഷാ ഉദ്യോഗസ്ഥരും സഹതടവുകാരും പറഞ്ഞിരുന്നത് ഇയാൾ അസ്വാഭാവികമായി പെരുമാറിയിരുന്നു എന്നാണ്. പോലീസിന് നേർക്ക് വരെ ചീറിയെടുത്ത സംഭവം പോലും കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായി. അതുകൊണ്ട് തന്നെ ഇയാളെ കണ്ടുകിട്ടുന്നവർ എത്രയും വേഗം പോലീസിനെ അറിയിക്കുക, വൈകാരികമായി ഇടപെടരുത്. ഇയാൾ അത്രയും ആക്രമണശേഷിയുള്ള ആളാണെന്നാണ് പോലീസ് വൃത്തങ്ങളിൽ നിന്ന് അറിയുന്നത്. ശ്രദ്ധിക്കുക, ഇയാളെ കണ്ടെത്താൻ എളുപ്പമാണ്. ഇടത് കൈപ്പത്തിയില്ലാത്തയാളാണ്. ഇടത്തെ കവളിൽ മുറിവിന്റെ പാടുണ്ട്. മുടി ചെറുതാക്കി വെട്ടി താടി വളർത്തിയ നിലയിലായിരുന്നു ഇയാൾ ജയിൽ ചാടുന്ന സമയത്ത് ഉണ്ടായിരുന്നത്. വെള്ള ജയിൽ വസ്ത്രം തന്നെയാണ് ധരിച്ചിരുന്നത്. ഗോവിന്ദചാമി ജയിൽ ചാടിയത് പുലർച്ചെ 1:15 അതീവ സുരക്ഷാ സജ്ജീകരണങ്ങളുള്ള ജയിലിൽ തനിച്ച് പാർപ്പിച്ചിരുന്ന സെല്ലിലെ അഴികൾ മുറിച്ചാണ് ഇയാൾ പുറത്ത് കടന്നിരിക്കുന്നത്. അലക്കാൻ വെച്ചിരുന്ന തുണികൾ കൂട്ടിക്കെട്ടി കയറ് പോലെ ആക്കുകയായിരുന്നു. പിന്നീട് മതിലിന് മുകളിലുള്ള ഫെൻസിങ്ങിൽ തുണി കുരുക്കി അതേ തുണി ഉപയോഗിച്ച ഇയാൾ മതിലിൽ നിന്ന് താഴേക്കിറങ്ങുകയും ചെയ്യുകയായിരുന്നു. ഇതെല്ലാം ഒരൊറ്റ കൈന് എങ്ങനെ ചെയ്തു എന്ന ചോദ്യമാണ് ഇതോടെ ഉയർന്നത്. ബലിഷ്ഠനാണ് ഗോവിന്ദചാമി. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് അയാളെ കണ്ടുകിട്ടുന്നങ്ങൾ അയാളെ നേരിൽ കണ്ടാൽ അത്രയും ശ്രദ്ധ പാലിക്കുക. ഈ സമയത്ത് പുറത്തു നിന്നും ഇയാൾക്ക് സഹായം ലഭിച്ചിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. ഇതിന്റെ എല്ലാം ദൃശ്യങ്ങൾ CCTVയിലുണ്ട്. എന്നാൽ ജയിൽ ഉദ്യോഗസ്ഥർ വിവരം അറിഞ്ഞത് രാവിലെ 5 മണിയോടെയാണ്. സെല്ലിനകത്ത് ഇയാളില്ല എന്ന് കണ്ട് ജയിൽ പരിസരത്ത് ഇയാളെ ഉദ്യോഗസ്ഥർ തിരഞ്ഞു നടക്കുകയായിരുന്നു. അപ്പോഴേക്കും ഈ കൊടും കുറ്റവാളി ജയിലിന് പുറത്ത് കടന്ന മണിക്കൂറുകൾ പിന്നിട്ടിരുന്നു. അതീവ സുരക്ഷയിൽ കഴിയുന്ന ഇയാളുടെ ജയിലിലെ കമ്പി വളച്ചും മുറിച്ചുമാണ് ഇയാൾ ജയിൽ ചാടിയിരിക്കുന്നത്. ശേഷം ക്വാറന്റൈൻ ബ്ലോക്ക്, അതായത് പകർച്ചവ്യാധികൾ പിടിപെട്ടാൽ മാത്രം പ്രതികളെ അവിടെ താമസിപ്പിക്കുന്ന ബ്ലോക്ക്, അതുവഴി കറങ്ങി കൈവശമുണ്ടായിരുന്ന വസ്ത്രങ്ങളുമായി മതിലിന്റെ വശത്തേക്ക് പോകുന്നത് CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായിട്ടുണ്ട്. മതിലിന്റെ മുകളിൽ ഇരുന്ന് കമ്പി വെച്ചുള്ള ഫെൻസിംഗ് ഉണ്ട്. ഇതുവഴിയാണ് തുണി വടമാക്കി മതിലിലേക്ക് വലിഞ്ഞു കയറിയതും പുറത്തേക്ക് ചാടുന്നതും. ജയിൽ വളപ്പിനുള്ളിൽ ഇയാൾ ഇല്ല എന്ന് അധികൃതർ എന്തായാലും ഉറപ്പാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അത്രയും അതിസുരക്ഷ പാലിക്കണമെന്ന പൊതുജനങ്ങളോടടക്കം നിർദ്ദേശിക്കുന്നത്. തമിഴ്നാട് വിരുദാചലം സ്വദേശിയാണ് ഗോവിന്ദചാമി. ചാർലി തോമസ് എന്ന പേരിലും ഇയാൾക്കെതിരെ തമിഴ്നാട് പോലീസ് രേഖകളിൽ കേസുണ്ട്. മോഷണ കേസുകളിലും പ്രതിയാണ് ഗോവിന്ദചാമി. സംസ്ഥാന വ്യാപകമായി ഇയാൾക്കായി അന്വേഷണം തുടരുകയാണ് ഇപ്പോൾ. കഴിഞ്ഞ ദിവസം വൈകുന്നേരം 5 മണിയോടെയാണ് ജയിൽ അധികൃതർ ഇയാളെ അകത്തേക്ക്, അതായത് ജയിലിനകത്തേക്ക് കയറ്റുന്നത്. സെല്ലിനകത്ത് ഗോവിന്ദചാമി ഇല്ല എന്ന വിവരം രാവിലെ 7 മണിയോടെയാണ് ഇവർ സ്ഥിരീകരിക്കുന്നത്. തുണി വടമാക്കി അയാൾ പുറത്തേക്ക് ചാടിയെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയാണോ ചെയ്തതെന്ന് അറിയാൻ വേണ്ടിയാണ് രണ്ട് വശത്തും, അതായത് പുറത്തും അകത്തുമായി ഇയാൾക്ക് വേണ്ടി അന്വേഷണം തുടർന്നത്. ഗോവിന്ദചാമിയെ കുറിച്ച് വിവരം ലഭിക്കുന്നവർ എന്തായാലും 9446899506 എന്ന നമ്പറിൽ വിവരം അറിയിക്കുക. സൗമ്യ വധക്കേസിൽ ഗോവിന്ദചാമിക്ക് ആദ്യം വധശിക്ഷ വിധിച്ചിരുന്നു. പിന്നീട് ശിക്ഷ ജീവപര്യന്തമായി കുറയ്ക്കുകയായിരുന്നു. അതേസമയം കണ്ണൂർ ജയിലിൽ നിന്നുള്ള ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടം ഇതിനോടകം തന്നെ വലിയ വിവാദത്തിനും തിരികൊളുത്തിയിട്ടുണ്ട്. 2011 ഫെബ്രുവരി 1 ഷൊർണൂർ പാസഞ്ചർ ട്രെയിനിൽ വെച്ച് യുവതിയെ ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് ഇയാൾ. കൊച്ചിയിലെ സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരിയായ യുവതി എറണാകുളം ഷൊർണൂർ പാസഞ്ചർ ട്രെയിനിൽ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തി എന്നാണ് കേസ്. അതുകൊണ്ട് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, ഇയാൾ കൊടും ക്രിമിനലാണ്. ഇയാളെ സൂക്ഷിക്കുക. നേരിൽ കാണുകയാണെങ്കിൽ ഉടൻ തന്നെ പോലീസിനെ അറിയിക്കുക. വൈകാരികമായി ഇടപെടാൻ നിൽക്കരുത് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു.